400 ഗ്രാം ബീഫ് കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയത്, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു മീഡിയം സവാള അരിഞ്ഞത്, തേങ്ങാക്കൊത്തിന്റെ പകുതി, 10 അല്ലി ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടുതൽ വെളുത്തുള്ളി വെച്ച് ചതച്ചെടുക്കണേ. 2 മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, എല്ലാം കൂടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ച് ഒരു 3/4 വേവിൽ വേവിച്ചെടുക്കുക. ഇനി ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു സവാള അരിഞ്ഞതും പിന്നെ കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത്, എരിവ് വേണമെങ്കിൽ കുറച്ച് എരിവും കൂടെ ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ചുമക്ക വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച ബീഫ് കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചെറുതീയിൽ നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കുക. കശുവണ്ടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പിലയും നന്നായിട്ട് അരച്ച് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ സൂപ്പർ.